അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ പുണ്യാർദ്രമായിരുന്ന രാപ്പകലുകൾ പ്രയാസങ്ങളൊന്നുമില്ലാതെ പൂർത്തീകരിക്കുവാനും അതിനുശേഷം ആ ത്യാഗസമ്പൂർണമായ രാപ്പകലുകളിലൂടെ നന്മകൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തിയിരുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ സന്തോഷവും ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആഹ്ലാദങ്ങളും പങ്കിടാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഈദുൽ ഫിത്തറിലാണ് ഞാനും നിങ്ങളും സമ്മേളിച്ചിരിക്കുന്നത്. ഈയൊരു സമ്മേളിച്ചിരിക്കുന്ന ആളുകൾക്കിടയിൽ ഓരോ വ്യക്തികൾ എന്ന നിലക്ക് നാം നമ്മളോട് തന്നെ പല രൂപത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. മാരാരോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ദുരിതപൂർണമായ സങ്കടകരമായ വേദനകൾ ഉളവാക്കുന്ന രോഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് പോലും വീടകങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിവാഹപ്രായം എത്തിച്ചേർന്നിട്ടും വിവാഹം കഴിക്കാത്ത ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര തന്നെ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന കുടുംബങ്ങളെ ചേർത്തു പിടിക്കാൻ പരിശ്രമിച്ചാലും, ആ കുടുംബങ്ങൾക്ക് നന്മകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാലും, ആ കുടുംബങ്ങൾ നമ്മിൽ നിന്നും അകന്നുപോയി അതിൻ്റെ പേരിൽ തീരാ കണ്ണീരോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടും ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ നല്ല ഒരു ജോലിയിൽ എത്തിപ്പെടാൻ കഴിയാതെ മനസ്സു നൊന്ത് നീറി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇനി ഞാൻ എന്ത് ചെയ്യും എന്നതാണ്. ഈ പറയപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരേ ഒരു ഉത്തരമാണ് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയം പൊട്ടി കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നതാരാണോ, അവർക്ക് അല്ലാഹു ഉചിതമായ, അവർക്ക് രക്ഷ ലഭിക്കാൻ കഴിയുന്ന, അവരുടെ ജീവിതം സന്തോഷമുളവാക്കാൻ കഴിയുന്ന ഒരു പോംവഴി, ഒരു മാർഗം അവരുടെ മുമ്പിൽ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളിലൂടെ സഞ്ചരിക്കുവാൻ, അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുവാൻ, ദിക്റുകൾ ചൊല്ലുവാൻ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ നമ്മുടെ ചുണ്ടുകൾ സഞ്ചരിക്കാൻ, കണ്ണുകളുടെ നോട്ടം പതിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ട്, തറാവീഹ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സദഖാത്തുകൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിന്റെ പേരിലാ? അല്ലാഹുവിനെ സൂക്ഷിച്ചതിന്റെ പേരിലാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്കും നിങ്ങൾക്കും നിരാശ? പരിഭവങ്ങളുണ്ടോ? പരാതികളുണ്ടോ? അല്ലാഹു പറയാ, വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ തഖ്വയോടുകൂടി കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ കൊണ്ട് പരിശ്രമങ്ങൾ നിർവഹിക്കുന്നത്, അവർ അറിയാത്ത രൂപത്തിൽ അവർ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട വിശ്വാസികളെ,
തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടെ ഇഖ്ലാസോടെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സഹായം റബ്ബ് നമുക്ക് നൽകണമെങ്കിൽ കഴിഞ്ഞ പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ നേടിയെടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ, അത് ഇനിയും എത്രയാണോ അള്ളാഹു ആയുസ് തരാൻ ആഗ്രഹിക്കുന്നത് അത് നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുമോ? ഏതൊരു നോമ്പുകാരനും അവന്റെ ജീവിതത്തിൽ 2 സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ട്. ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ ആ വിശ്വാസി ശാരീരികമായി അനുഭവിക്കുന്നൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ സന്തോഷമാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഫരിഹ ഇൻദ ലഖിയ റബ്ബഹു വലാ തസിറു വാസിറതൻ വിസ്റ ഉഖറാ. ആരാരും സഹായിക്കാനില്ലാത്ത അവരിൽ നിന്ന് ഒരു സഹായമോ ഒരാശ്വാസമോ ഒരു സമാധാനത്തിന്റെ ഒരു വാക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയില്ല. ആ ഒരു സന്ദർഭത്തിൽ ആ വിശ്വാസിയായ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സന്തോഷമാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ റമളാനിന്റെ സുദിനങ്ങളിൽ ഞാനും നിങ്ങളും നേടിയെടുത്ത അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ നേടിയെടുത്ത റമളാനാകുന്ന പുണ്യാർദ്രമായ ദിനങ്ങളുടെ ആത്മചൈതന്യം, ആ ഈമാനും തഖ്വയും ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അതുകൊണ്ടാണ് മഹാരഥന്മാരായ അഹ്ലുൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് അസ്സൗമു ലൻ യന്തഹി. പരിശുദ്ധ റമളാനിന്റെ നോമ്പുകൾ കഴിയുന്നതോടുകൂടി മനുഷ്യ നിന്റെ ജീവിതത്തിൽ നോമ്പ് അവസാനിക്കുന്നില്ല. റമളാൻ കഴിഞ്ഞു, ഇനി എനിക്ക് നോമ്പെടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. റമളാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ വീടിന്റെ ഷെൽഫുകളിലേക്ക് മാറിയിട്ടുണ്ടോ എങ്കിൽ ഉലമാക്കൾ പറയാ വൽ ഖുർആനു ലൻ യർഹലാ. പരിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടി അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ എവിടെയും പോയി ഒളിച്ചിരിക്കുന്നില്ല. അത് നിന്റെ പോക്കറ്റുകളിലുണ്ട്, നിന്റെ വീടിന്റെ ഷെൽഫിലുണ്ട്. അതെടുത്ത് വീണ്ടും പാരായണം ചെയ്യണം, അതിന്റെ ആശയങ്ങൾ പഠിക്കണം. ആ പഠിച്ച ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ, നിന്റെ കർമ്മങ്ങളെ, നിന്റെ കുടുംബത്തെ നീ പരിവർത്തിപ്പിക്കണം കേട്ടോ, മാറ്റങ്ങൾക്ക് വിധേയമാക്കണം കേട്ടോ എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. നോമ്പിൽ നല്ല ഈമാനോടെ തഖ്വയോടെ അവ്വൽ വക്തുകളിൽ 5 നേരവും ഞാനും നിങ്ങളും നിസ്കരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നിസ്കാരം നോമ്പ് കഴിയുന്നതോടുകൂടി നിന്നു പോകുന്നുണ്ടോ? ഇല്ല. ഉലമാക്കൾ പറയാ വസ്സലാത്തു ലൻ തുറക്ക്. അല്ലയോ മനുഷ്യ, നിന്റെ മരണം വരെ നിസ്കാരമാകുന്ന അമല് ഒരിക്കലും അവസാനിക്കുന്നില്ല, നിന്നു പോകുന്നില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം കേട്ടോ. മാത്രമല്ല പരിശുദ്ധ റമളാനിൽ പള്ളിയുടെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ തുറന്നു വെച്ച കവാടങ്ങളിലൂടെ സദാസമയവും നമ്മൾ പള്ളിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പള്ളിയുടെ ഉള്ളിലിരുന്ന് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, ഖിയാമുൽ ലൈലുകൾ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി അമൽ സ്വാലിഹാത്തുകൾ പരിശുദ്ധ റമളാനിൽ പള്ളിയുടെ കവാടങ്ങളിലൂടെ പ്രവേശിക്കപ്പെട്ട് പള്ളിയുടെ ഉള്ളിലിരുന്ന് അമലുകൾ പ്രവർത്തിക്കാനിരിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ കവാടങ്ങൾ റമളാനിന് ശേഷം അടക്കപ്പെടുന്നുണ്ടോ? ഉലമാക്കൾ പറയാ വൽ മസാജിദു ലൻ തുഗ്ലഖ്. അല്ലയോ മനുഷ്യ, റമളാനോടുകൂടി, റമളാൻ കഴിയുന്നതോടുകൂടി പള്ളിയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. റമളാനിൽ എങ്ങനെയാണോ പള്ളിയുടെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടത്, അത് റമളാനിന് ശേഷവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ പള്ളികളിലേക്ക്, അവ്വൽ വക്തിനുള്ള നിസ്കാരങ്ങളിലേക്ക് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ സാധിക്കണം. പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളിൽ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണീരോടുകൂടി വിറക്കുന്ന കൈകളോടെ പിടക്കുന്ന ഹൃദയത്തോടെ തൗബകൾ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ പ്രാർത്ഥനകളിലൂടെ സർവശക്തനായ റബ്ബിങ്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വൽ ഇസ്തജാബത്തുൻ ലൻ തതവഖഫ്.
റമദാൻ കഴിഞ്ഞാലും എന്തുണ്ട്? പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വൽ അജ്റു ലൻ യൻഖതിഅ. പരിശുദ്ധ റമദാനിൽ 1-ന് 10, 20, 30, 700, 7000 ഇരട്ടി പ്രതിഫലങ്ങൾ ഞാനും നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്കിൽ പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി ആ കൂലി നിന്നു പോകുമോ? ഇല്ല. അള്ളാഹുവിന്റെ സക്കറാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയം വരെയും ആ കൂലിക്കുള്ള അവസരങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതുവരെ? അള്ളാഹു മനുഷ്യ നിന്റെ ജീവിതത്തിൽ തീരുമാനിച്ച ആ സക്കറാത്തിൽ മൗത്തിന്റെ വേദനയുണ്ടല്ലോ, ആ സക്കറാത്തിൽ മൗത്തിന്റെ വേദന, ആ വേദന നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ നീ തഖ്വയോടുകൂടി ജീവിക്കണമെന്നാ പഠിപ്പിക്കുന്നത്. കുൻ റബ്ബാനിയ വലാ തകുൻ റമളാനിയ. നീ റമളാനിൽ മാത്രം നന്മകൾ പ്രവർത്തിക്കുന്നവനാകരുത്. റമളാൻ കഴിഞ്ഞാലും സുഠാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ നീ ശ്രമിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാ. ആ റമളാനിന്റെ ആത്മചൈതന്യം എനിക്ക് നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? ആ ചൈതന്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലുള്ള ആളുകളോട് അല്ലാഹു പറയാ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും ലഅല്ലകും തഷ്കുറൂൻ. അങ്ങനെ റമളാനിന്റെ ആത്മചൈതന്യം നേടിയെടുത്ത വിശ്വാസികളെ, നിങ്ങൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു നിങ്ങളുടെ മേൽ സന്തോഷമായി നൽകിയ ഈദിന്റെ സുദിനത്തിൽ പരസ്പരം സന്തോഷങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നലെ ശവ്വാലിന്റെ പിറവി കണ്ടത് മുതൽ ഇന്ന് നിസ്കരിക്കുന്ന സമയം വരെയും നമ്മൾ തക്ബീറുകൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ആ വലിയവനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യാൻ, ആ റബ്ബിനോട് മാത്രം സഹായം തേടാൻ. വിശ്വാസികളെ, അല്ലാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചൈതന്യമാണ് കഴിഞ്ഞ റമളാനിന്റെ സുദിനങ്ങളിൽ ഞാനും നിങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അത് ജീവിതാവസാനം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നും ഞങ്ങൾ നീ വഴിതെറ്റിപ്പിച്ച് കളയല്ല റബ്ബാ. അത് റബ്ബ് സ്വീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. വിശ്വാസികളെ, ഈ പരിശുദ്ധിയാർന്ന സന്തോഷത്തിന്റെ സുദിനമായ ഈദുൽ ഫിത്റിൽ നമ്മൾ ഓരോരുത്തരും പങ്കുവെക്കുന്ന ഒരു വാക്കുണ്ട്, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അല്ലാഹു നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ. നാം നേടിയെടുത്ത പരിശുദ്ധിയാർന്ന ഇഖ്ലാസും തഖ്വയും നിലനിർത്താനും അത് അല്ലാഹു സ്വീകരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഇന്നിന്റെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ കാലഘട്ടത്തിലുള്ള യുവതലമുറയും വല്ലാത്ത ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മൈ ബോഡി മൈ ചോയ്സ് എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. എന്റെ ശരീരം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ. ഏതൊരു പെൺകുട്ടിയും വിചാരിക്കുക, എനിക്കിഷ്ടപ്പെട്ട ആണിന്റെ കൂടെ ഞാൻ പോകും, എനിക്കിഷ്ടപ്പെട്ട ആണിന്റെ കൂടെ ഞാൻ ജീവിക്കും, അതിന് നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കുന്നത്. ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാ സ്വവർഗരതി നിയമമാക്കിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്. മിശ്ര വിവാഹങ്ങൾ ധാരാളമായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വരുന്നത്. ഭ്രൂണഹത്യ ന്യായീകരിക്കപ്പെടുന്ന, നിയമമാക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന, അനുവാദം നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാ ഞാൻ നിങ്ങളും കടന്നു പോകുന്നത്. സോഷ്യൽ ഡ്രിങ്ക്സ് എന്ന പേരിൽ മദ്യലഹരിയും മദ്യപാർട്ടികളും വൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വരുന്നത്.
പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വരുന്നത്. പ്രണയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വയലുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, കൊലപാതകങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടി വരുന്നത്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ആത്മഹത്യകൾ നമ്മുടെ നാടുകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കൾക്കിടയിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, പരിഭവങ്ങളുടെ പേരിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ നാട് വിട്ട് അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്ന ഒരു കാലഘട്ടത്തിലാ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. അതെന്താ പരിഹാരം? ഈ ദീന് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഇതിനുള്ളൊരു മോചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അപകടങ്ങളുണ്ടോ, അധർമ്മത്തിലൂടെയുള്ള കർമ്മങ്ങളുണ്ടോ, അതെല്ലാം ഉടലെടുക്കുന്ന വല്ലാത്തൊരു ലഹരിയുടെ ഉന്മാദത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ അപാരമായ ഒരു വാചകം എനിക്ക് നിങ്ങൾക്കും ഖുർആനിൽ വായിക്കാൻ സാധിക്കും. ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅ്ദാ ഫിൽ ഖംറി വൽ മൈസിർ. പിശാച് മനുഷ്യരെ നിങ്ങൾക്കിടയിൽ ആഗ്രഹിക്കുന്നത്, അവൻ ഇഷ്ടപ്പെടുന്നത്, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാ? മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ മനുഷ്യർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ, മനുഷ്യർക്കിടയിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ, മനുഷ്യർക്കിടയിൽ അക്രമങ്ങൾ വർദ്ധിപ്പിക്കാനാണ് മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, ലഹരിയിലൂടെ പിശാച് നിങ്ങൾക്കിടയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള താക്കീത് നോക്ക് നിങ്ങൾ. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഏതൊരു ചെറുതും വലുതുമായ തിന്മകളുടെ ഉമ്മയാണ് ഖംറ്, മദ്യം, മയക്കുമരുന്ന്, ലഹരി എന്ന് പറയുന്നത്. ആ ലഹരി ഉപയോഗിച്ചാൽ, ആ മദ്യം കഴിച്ചാൽ, അതിന് അടിമകളാക്കപ്പെട്ടാൽ സ്വന്തം ഉമ്മയെപ്പോലും തന്റെ ഗർഭാശയ ഭിത്തിയിൽ 8 മാസവും 10 ദിവസവും ചുവന്ന് പ്രസവിച്ച 2 വർഷത്തോളം താൻ ജീവൻ കൊടുത്ത് മുലപ്പാല് നൽകി വളർത്തി വലുതാക്കിയ തന്റെ മകൻ തന്നെ വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം ഈ ലഹരിയിലൂടെ, മദ്യത്തിലൂടെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും നിങ്ങൾക്കും താക്കീത് നൽകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വഴി നടത്താൻ രക്ഷിതാക്കളായ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യതകൾ വിസ്മരിച്ചു പോകരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്തല്ലേ വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ടായി കടന്നു വന്നൊരു വാർത്തയുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര ആളുകൾ വായിച്ചു? ഒരു ഉമ്മ തന്റെ 16 വയസ്സുള്ള മോനെ ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്ത് നെരിച്ചു കൊന്നു. എന്നിട്ട് ആ ഉമ്മ തന്നെ പോലീസിൽ വിവരറിയിക്കുക. പോലീസ് വന്ന് എൻക്വയറി നടത്തി. അതിൽ ഒരു വനിതാ കോൺസ്റ്റബിൾ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ നിങ്ങൾ നല്ല സൽസ്വഭാവത്തോടെ നന്മയോടെ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എന്തിനാണ് ഉമ്മ നിങ്ങൾ നൊന്ത് പ്രസവിച്ച ഈ മകനെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ നൽകിയ മറുപടിയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങൾ ആലോചിക്കണം. ആ ഉമ്മ നൽകിയ വാക്കുണ്ട്, ഈ കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഈ 16 വയസ്സുള്ള മകനെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് കൊലപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കിടക്കുന്ന എന്റെ മോന്റെ ബീജത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ ഈ ഉദരത്തിൽ, ഈ ഗർഭാശയത്തിൽ എനിക്ക് ചുമക്കേണ്ടി വരുമായിരുന്നു. വല്ലാത്തൊരവസ്ഥയാ, വല്ലാത്തൊരവസ്ഥയാ. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് ഉമ്മുൽ ഫവാഹിഷ്.
ഏതൊരു തിന്മയുടെ ഉമ്മയാണ് ലഹരി, മദ്യം എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ, ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസപൂർണമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈദുൽ ഫിത്റിന്റെ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഒരുപാട് ബാധ്യതകളും കടമകളും ഉണ്ട് എന്ന് പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറയാം, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? മനുഷ്യ സൗഹാർദ്ദത്തോടെ, മനുഷ്യ നന്മയോടുകൂടി ജീവിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല, മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല. മറിച്ച് മനുഷ്യ സൗഹാർദ്ദമുണ്ട്. ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ അവന്റെ ജാതി നോക്കണ്ട, അവന്റെ മതം നോക്കണ്ട, അവന്റെ നെറ്റിയിൽ കുറിയുണ്ടോ നോക്കണ്ട, അവന്റെ കയ്യിൽ ചരടുണ്ടോ നോക്കണ്ട, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം കാവിയാണോ നോക്കണ്ട, അവൻ മനുഷ്യനാണോ, അവൻ മനുഷ്യനാണോ. അവന് നന്മ ചെയ്യണം, അവന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അവന് സാമ്പത്തികമായ സഹായങ്ങൾ വേണോ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യരെ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ട രംഗം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ, മുസ്ലിങ്ങളോട് മുഅ്മിനീങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്നല്ല പഠിപ്പിച്ചത്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ നന്മ ചെയ്യണം, കരുണ കാണിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. ഇർഹമൂ മൻ ഫിൽ അർദ് വയർഹമുകും മൻ ഫിസ് സമാ. മനുഷ്യരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തിന്റെ വിരിമാറുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച ഏറ്റവും പരിശുദ്ധമായ ഉദാത്തമായ മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സന്തോഷത്തിന്റെ വേളയിൽ എനിക്കും നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, രണ്ടാളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഖഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, വഖഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. അല്ലയോ മനുഷ്യരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അധ്വാനത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ വിലയാണ് ഞാനും നിങ്ങളുമാകുന്ന മക്കൾ, ഞാനും നിങ്ങളുമാകുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയുടെ കൈ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉമ്മയുടെ കൈ നോക്കിയിട്ടില്ലേ? നമുക്ക് വേണ്ടി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ ആ ഉമ്മ വെജിറ്റബിൾ കട്ട് ചെയ്തപ്പോ, ഭക്ഷണം പാചകം ചെയ്തപ്പോ മൂർച്ചയുള്ള കത്തികൾ നമ്മുടെ ഉമ്മയുടെ കയ്യിൽ കൊണ്ടിട്ടുണ്ട്. ആ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ മുറിഞ്ഞു പോയ കയ്യിൽ ഒരു തുണിശീല കൊണ്ട് ചുറ്റിയിട്ട് വീണ്ടും എന്റെ മോൻ വരുമ്പോ അവന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ ഉമ്മ പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉപ്പാന്റെ അധ്വാനം കണ്ടിട്ടില്ലേ? ഉപ്പാന്റെ വിയർപ്പ് കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, വിയർത്തൊലിച്ചു വരുന്ന ഉപ്പയെ കാണാൻ നമുക്ക് പ്രയാസ, വല്ലാത്ത നാറ്റാണ്. പ്രിയപ്പെട്ട സഹോദര, മോനെ, ആ ഉപ്പാന്റെ വിയർപ്പിന്റെ നാറ്റമാണ് ഞാനും നിങ്ങളുമാകുന്ന മക്കൾ തിരിച്ചറിയാൻ പറ്റണം. ആ ഉപ്പ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോ ആ ഉപ്പാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് പോയി നോക്ക്, ആ ഉപ്പാന്റെ കാലിന്റെ അടിഭാഗം ഒന്ന് നോക്ക്. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഓടിയ ഓട്ടാണ്, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്. നിനക്ക് നല്ല കുപ്പായം വാങ്ങിത്തരാൻ, നിനക്ക് നല്ല ഭക്ഷണം വാങ്ങിത്തരാൻ ഓടിയ ഓട്ടത്തിന്റെ തഴമ്പിന്റെ വീര്യം ആ ഉപ്പാന്റെ കാലിൽ ഉണ്ടാകും. മോനെ, ആ ഉപ്പാനെ തിരിച്ചറിയണം കേട്ടോ. അല്ലാഹു പറയാ, മോനെ, ആ വാപ്പ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിലെത്തിയാൽ, ഉമ്മാക്ക് വയസ്സായാൽ, എളിമയുടെ, സ്നേഹത്തിന്റെ, നന്മയുടെ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ ആ വാപ്പാക്കും ഉമ്മാക്കും താഴ്ത്തി കൊടുക്കണേ മോനെ. പോരാ, അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും
കമാ റബ്ബയാനി സ്വൈറാ. പടച്ചവനെ, ഈ കിടക്കുന്ന വാപ്പയാണ് എന്റെ ജീവൻ. ആ വാപ്പാന്റെ വിയർപ്പിന്റെ ഗുണമാണ് റബ്ബേ ഈ ആരോഗ്യം, ഈ സന്തോഷം, ഈ ശരീരം. പടച്ചവനെ, ആ വാപ്പാക്കും ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, തൗബ സ്വീകരിക്കണേ, അവർക്ക് നന്മ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സൽസ്വഭാവികളായി മക്കളാകാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിച്ചിട്ടില്ലെങ്കിൽ ജിഹാദിനേക്കാളും വലിയ ജിഹാദാണ് മാതാപിതാക്കളെ പരിചരിക്കുന്നത് എന്ന് പഠിപ്പിച്ച ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പാരും ഉമ്മാരെയും പരിഗണിക്കണേ, അവരെ സ്നേഹിക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ, ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിയപ്പോ ഉമ്മാക്കൊരു പർദ്ദ വാങ്ങിയിട്ടുണ്ടോ? മക്കൾക്ക് വസ്ത്രമെടുത്തപ്പോ വാപ്പാക്ക് സ്നേഹത്തോടെ ഉപ്പാ ഇതാ ഒരു തുണി, ഇതാ ഉപ്പ ഒരു ഷർട്ട്, നിങ്ങളുടെ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന പല രക്ഷിതാക്കളെയും എനിക്ക് നോക്കിക്കാണാൻ പറ്റും. എങ്ങനെയാ മക്കൾക്ക് പുതുവസ്ത്രം എടുത്തിട്ടുണ്ട്, ഭാര്യക്ക് എടുത്തിട്ടുണ്ട്, സ്വയം എടുക്കാൻ മറന്നുപോയവരാ. പൈസയില്ലാത്തതിന്റെ പേരിൽ സങ്കടം ഉള്ളിൽ ഒളിച്ചിട്ട് ഉള്ളത് തന്നെ തിരുമ്പി അലക്കിയിട്ട് അഹം ചെയ്ത് വന്ന രക്ഷിതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ? നമുക്ക് വേണ്ടിയല്ലേ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? ആ വാപ്പാനെ കരയിപ്പിക്കാൻ പറ്റുമോ? ആ വാപ്പാനെ വേദനിപ്പിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ നമുക്ക് എങ്ങനെയാ വേദനിപ്പിക്കാൻ പറ്റുക? പാടില്ല. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരുടെ നന്മക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. വാപ്പാക്കും ഉമ്മാക്കുമുള്ള ബാധ്യതകൾ കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാധ്യത, പ്രത്യേകിച്ചും ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാ? ആയുസ് വേണോ, ആഫിയത്ത് വേണോ, മർഹമത്ത് വേണോ? എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, നിങ്ങൾ കുടുംബ ബന്ധം പാലിക്ക്, എങ്കിൽ നിങ്ങൾക്ക് റിസ്ക് കിട്ടും, നിങ്ങളുടെ മഈശത്ത് വിശാലമാക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉദാത്തരായ സൽസ്വഭാവികളായ കൂട്ടുകാർ തെരഞ്ഞെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ നല്ല സ്വർഗത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ കഴിയുന്ന, നരകത്തിന്റെ മോചനത്തിന് കാരണമാകാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് ഞാൻ നിങ്ങളുമാകുന്ന മുഴുവൻ മനുഷ്യരും വിലാപത്തിന്റെ കാവ്യങ്ങൾ രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാൻ ഖലീല. അല്ലാഹുവിന്റെ മഹ്ശറിൽ വെച്ചുകൊണ്ട് പറയാ, പടച്ചവനെ, ഇന്നാളെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും നല്ല ഭർത്താവ് ആരാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. തന്റെ ഭാര്യയോട്, തന്റെ ഇണയോട് മാന്യമായി സൽസ്വഭാവത്തോടെ നന്മയോടുകൂടി ജീവിച്ച് പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഏറ്റവും നല്ല ഭാര്യ ആരാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു ഭാര്യയാണോ തന്റെ ഇണയുടെ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്നത്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺകുട്ടികൾ റബ്ബ് നൽകിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വൈദാ ബുശ്ശിര അഹദഹും ബിൽ ഉൻസാ. നിങ്ങൾക്ക് പെൺകുട്ടികൾ ജനിച്ചു എന്ന് കേട്ടാൽ അത് സന്തോഷമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ പെൺകുട്ടികൾ ഇന്ന് ലിബറൽ ചിന്താഗതിയിലേക്ക്, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടല്ലേ. രണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ പെർമിഷനോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്ന ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ അയൽവാസികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്, കടമകൾ പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പരസ്പരമുള്ള ബന്ധങ്ങൾ, പിണക്കങ്ങൾ മാറ്റിക്കൊണ്ട് നന്മയോടുകൂടി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനും
പ്രയാസപ്പെട്ട് നിന്നുകൂടാ. നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ സന്തോഷത്തോടെ നന്മയോടെ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷത്തോടെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഈ സമയത്തും പ്രയാസപ്പെടുന്ന, ബോംബിന്റെ ശബ്ദങ്ങൾ കേൾക്കപ്പെടുന്ന, AK-47 ശബ്ദം കേട്ടുകൊണ്ട് വിരളി പിടിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഗസയിലെ മക്കളുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളുണ്ട്, ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള അൽ മുസ്ലിം അഹുൽ മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു വിഭാഗം ജനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങൾക്കും ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ക്രൂരനായ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫറോവയുടെ പീഡനത്തിൽ നിന്നും മൂസാ നബിയെയും ബനു ഇസ്രായേലിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗസക്കാരോട് സ്നേഹത്തോടെ നന്മയോടുകൂടി നമുക്കൊന്നേ പറയാനുള്ളൂ. ആ റബ്ബ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ആ റബ്ബ് നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും, നിങ്ങൾ ചിന്തിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ അളവും ആ റബ്ബ് കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ അചഞ്ചലമായി തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആ റബ്ബ് നമ്മുടെ തവക്കുൽ സ്വീകരിക്കും, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഗസയിലെ അൽ ഷിഫ ഹോസ്പിറ്റലിൽ നിന്നും മുഹമ്മദ് അഷൂർ എന്ന 6 വയസ്സുകാരന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും 2.5 വയസ്സുകാരിയായ സഹോദരിയുടെയും വല്ലുമ്മയുടെയും വല്ലിപ്പയുടെയും മൃതശരീരങ്ങൾ, മയ്യത്തുകൾ കൊണ്ടുവരുമ്പോ അൽ ജസീറയുടെ ചാനലിന്റെ റിപ്പോർട്ടർ 6 വയസ്സുകാരനായ മുഹമ്മദ് അഷൂറിനോട് ചോദിക്കുന്നു, മോനെ, ഇനി നിന്നെ സംരക്ഷിക്കാൻ ആരാ ഉള്ളത്? നിനക്ക് സ്നേഹം തരാൻ ആരാ ഉള്ളത്? ആ 6 വയസ്സുകാരനായ മുഹമ്മദ് അഷൂറിന്റെ മറുപടി അലല്ലാഹ് അലല്ലാഹ് അലല്ലാഹ്. പറയാൻ പറ്റോ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യാൻ, ആ റബ്ബിലേക്ക് ബരമേൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? ആ രൂപത്തിൽ തവക്കുൽ ചെയ്ത് പ്രയാസം അനുഭവിക്കുന്ന, പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ആ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആസന്നമായ വിജയവും ഏറ്റവും ഉദാത്തമായ സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് തരും. ആ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദഅവത്ത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അത് മരണം വരെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ സന്തോഷത്തിന്റെ സുദിനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ സന്തോഷിക്കുക. ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക. സന്തോഷിക്കുമ്പോഴും മധുരമുള്ള രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഗസയിലെ മക്കളെ നമ്മൾ ഓർക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് കൽപ്പനകൾ ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഈദ്ഗാഹിലേക്ക് വരാൻ പറ്റാതെ ശരീരം തളർന്നു പോയ ആളുകളുണ്ട്. കഴിഞ്ഞ പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസികളായ ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവരനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാവിധ ദുരിതങ്ങളും നീ നീക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് മനസ്സ് തകർന്നു പോയി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. ഹലാലായ മാർഗത്തിൽ
മാർഗത്തിൽ ആ കടബാധ്യതകൾ വിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ജീവിക്കാനും സന്തോഷം പകരാനും കാരണക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ. അവർക്ക് നീ എല്ലാ വിധത്തിലുമുള്ള റിസ്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ കൈപിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളേവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ ജീവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ, അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവർക്ക് നീ ആസന്നമായ വിജയം നൽകണേ റബ്ബേ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനും കരുത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.